അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ലോകത്തിന്റെ സാമ്പത്തിക നാടിമിടിപ്പായ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുമായുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സൈനിക സംവിധാനങ്ങളിൽ നടപ്പിലാക്കുന്ന സമൂലമായ മാറ്റങ്ങൾ വലിയ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തു വില കൊടുത്തും ശത്രുക്കൾക്ക് മേൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര വടംവലി മാത്രമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി അധികാരമേറ്റെടുത്തതിന് ശേഷം രാജ്യത്തിന്റെ സൈനിക ഘടനയിൽ അസാധാരണമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ഒരു ദീർഘകാല പോരാട്ടത്തിന് സജ്ജമാകുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രധാന സൈനിക സംവിധാനങ്ങളെ അദ്ദേഹം ഏകോപിപ്പിക്കുകയാണ്. സായുധ സേനയുടെ ജനറൽ സ്റ്റാഫും ഇറാൻ സേനയുടെ സംയുക്ത ഓപ്പറേഷണൽ കമാൻഡായ ഖാത്തം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിൽ ലയിപ്പിക്കാനുള്ള സുപ്രധാന ഉത്തരവ് ഓഗസ്റ്റ് പകുതിയോടെ അദ്ദേഹം നൽകിക്കഴിഞ്ഞു. സൈനിക നടപടികൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ അലി അബ്ദുല്ലാഹി ഉൾപ്പെടെയുള്ള മുതിർന്ന കമാൻഡർമാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതൽ പരിചയസമ്പത്തുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കാണ് പുതിയ നിയമനങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത നിലപാടുകളുള്ള ഈ ഉദ്യോഗസ്ഥർ അധികാരത്തിലെത്തുന്നത് അമേരിക്കയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾക്ക് മേൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ കൃത്യമായ ഉത്തരവിട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇറാനെതിരായ ഏതൊരാക്രമണത്തിനും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുജ്തബ ഖമേനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ സൈനിക പുനഃക്രമീകരണം വഴി എന്ത് വില കൊടുത്തും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചാണ് നിലവിലെ പ്രധാന തർക്കങ്ങൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്നും ഇറാനെതിരെ ഒരു ഉരുക്കുമുതൽ തന്നെ അവിടെ തീർത്തിട്ടുണ്ടെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഉപരോധം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസിൽ അമേരിക്കൻ നാവികസേന തങ്ങളുടെ വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് പകുതിയോടെ ഇറാനുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ ആയ 59ഓളം വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ സേന തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില കപ്പലുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ തകർത്തതായും പരിശോധനകൾക്കായി സൈന്യം കപ്പലുകളിൽ കയറിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനാമയുടെ പതാകയേന്തിയ ഒരു കപ്പലിന് നേരെ അമേരിക്കൻ ഹെലികോപ്റ്ററിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നുവെന്ന വാർത്തകളും ഈ മേഖലയിലെ സങ്കീർണത വെളിവാക്കുന്നുണ്ട്. മാനുഷിക സഹായങ്ങളുമായി പോകുന്ന കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ യാത്രാ അനുമതിയുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തങ്ങൾ മുന്നോട്ട് വച്ച കർശന നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും അവിടെ അമേരിക്കയ്ക്ക് യാതൊരു സ്വാധീനവുമില്ലെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുകയോ അവിടെ സംഘർഷം രൂക്ഷമാകുകയോ ചെയ്യുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന കാര്യമാണ്. എണ്ണവില കുതിച്ചുയരാനും ആഗോളതലത്തിൽ നാണയപ്പെരുപ്പം വർദ്ധിക്കാനും ഇത് കാരണമാകും. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ സേന ഉപരോധം കടുപ്പിക്കുന്നത്. മറുവശത്ത് ഈ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ചർച്ചകൾക്കുള്ള വാതിലുകൾ ഇരു രാജ്യങ്ങളും പൂർണ്ണമായും അടച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന കടുംപിടുത്തം നയതന്ത്ര പരിഹാരങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. ഈ അനിശ്ചിതാവസ്ഥ മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ വലിയ ഭൗമരാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പോടെ കഴിയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഗൾഫ് പ്രവാസികളാണ്, പ്രത്യേകിച്ചും മലയാളികൾ. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആശ്രയിക്കുന്നത് എണ്ണ കയറ്റുമതിയെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുഗമമായ യാത്ര തടസ്സപ്പെട്ടാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ അത് സാരമായി ബാധിക്കും. വരുമാനം നിലയ്ക്കുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകും. ഇത് ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ്. നിർമ്മാണ മേഖലകളിലെ പദ്ധതികൾ മരവിപ്പിക്കാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും വ്യാപകമായ തൊഴിൽ നഷ്ടങ്ങൾക്കും ഇത്തരമൊരു യുദ്ധസമാന സാഹചര്യം വഴിവെക്കും. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ ജീവന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയവും പ്രവാസികളെ വേട്ടയാടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഗൾഫ് രാജ്യങ്ങളെയും യുദ്ധക്കളമാക്കി മാറ്റിയേക്കാം. അമേരിക്കൻ സൈനിക താവളങ്ങൾ കൂടുതലായി സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലായതിനാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഈ മേഖലയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത് ലക്ഷക്കണക്കിന് പ്രവാസികളെ അടിയന്തരമായി നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ സർക്കാരിനെ നയിച്ചേക്കാം.
വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതിനും വിമാനക്കൂലി കുതിച്ചുയരുന്നതിനും സാധാരണക്കാരായ പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങളെ അസാധ്യമാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെ ആശ്രയിച്ച് കഴിയുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് വലിയ തിരിച്ചടിയാകും. നാട്ടിലെ കുടുംബങ്ങളുടെ നിത്യച്ചെലവുകൾ, വായ്പാ തിരിച്ചടവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്കിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ പോലും അതിന്റെ അലയലുകൾ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും അനുഭവപ്പെടും. ലോകശക്തികൾ തങ്ങളുടെ ആയുധബലവും അധികാരവും തെളിയിക്കാൻ മിഡിൽ ഈസ്റ്റിൽ കരുക്കൾ നീക്കുമ്പോൾ തങ്ങളുടെ ജീവിത സമ്പാദ്യവും സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന ഓരോ പ്രവാസിയും. രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾക്കും വാർത്താ തലക്കെട്ടുകൾക്കും അപ്പുറം ഹോർമൂസ് കടലിടുക്കിലെ ഓരോ തിരയിളക്കവും ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ താളമാണ് തെറ്റിക്കുന്നത്. പ്രവാസ ലോകത്തെത്തിയ ഏതൊരു മലയാളിയോടും അവിടെ ഏറ്റവും വലിയ സാമ്പത്തിക തലവേദന എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ഒറ്റവാക്കിൽ ഉത്തരം നൽകും: വീട്ടുവാടക. മാസാവസാനം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ദൈനംദിന ചെലവുകൾ കഴിച്ച് മിച്ചം പിടിക്കുന്ന തുക അത്രയും പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളുടെ രൂപത്തിൽ ഒറ്റയടിക്ക് വീട്ടുടമസ്ഥന്റെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക അടിത്തറയാണ് ഉലഞ്ഞു പോകുന്നത്. വർഷത്തിൽ 1, 2 അല്ലെങ്കിൽ പരമാവധി 4 ചെക്കുകളായി വാടക നൽകേണ്ടി വരുന്ന പരമ്പരാഗത രീതി പ്രവാസികൾക്കുണ്ടാക്കുന്ന സാമ്പത്തിക സാന്ദ്രത ചെറുതൊന്നുമല്ല. എന്നാൽ ഈ പതിറ്റാണ്ടുകൾ പഴകിയ രീതിക്ക് മനോഹരമായ ഒരു വിരാമമിടാൻ ഒരുങ്ങുകയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അഥവാ DLD പ്രാദേശിക ബാങ്കുകളുമായി കൈകോർത്ത് അവതരിപ്പിക്കുന്ന റെന്റ് നൗ പേ ലേറ്റർ അഥവാ ഇപ്പോൾ താമസിക്കാം പിന്നീട് വാടക നൽകാം എന്ന വിപ്ലവകരമായ പദ്ധതി പ്രവാസി സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമാകാൻ പോകുകയാണ്. വരും മാസങ്ങളിൽ ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമാകുന്ന ഈ സംവിധാനത്തിലൂടെ വാടകക്കാർക്ക് അവരുടെ വാർഷിക വാടക തുക പലിശരഹിത EMI അടിസ്ഥാനത്തിൽ 12 മാസങ്ങളായി തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഇത്തരമൊരു സംയോജിത സംവിധാനം ഔദ്യോഗികമായി നടപ്പിലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായി ഇതോടെ ദുബായ് മാറും. എന്താണ് ഈ റെന്റ് നൗ പേ ലേറ്റർ പദ്ധതി? നോക്കാം നമുക്ക്. ഇതുവരെ നിലനിന്നിരുന്ന സിസ്റ്റത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ 1 ലക്ഷം ദിർഹമാണ് വാർഷിക വാടകയെങ്കിൽ 1, 2 വലിയ ചെക്കുകളിലൂടെ തുക കൈമാറേണ്ടതുണ്ടായിരുന്നു. ഇതിനായി വലിയൊരു തുക മുൻകൂറായി കയ്യിൽ കരുതുകയോ സമ്പാദ്യം വിറ്റഴിക്കുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഈ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാകുന്നു. നിങ്ങൾ അനുയോജ്യമായ ഒരു വാടക വീട് തിരഞ്ഞെടുക്കുമ്പോൾ DLD പങ്കാളിത്തമുള്ള ബാങ്ക് വീട്ടുടമസ്ഥന് 1 വർഷത്തെ മുഴുവൻ വാടക തുക മുൻകൂറായി ഒറ്റത്തവണയായി നൽകും. തങ്ങളുടെ വാടക കുടിശ്ശികയാകുമോ അല്ലെങ്കിൽ ചെക്ക് മടങ്ങുമോ എന്ന ഭയമില്ലാതെ വീട്ടുടമസ്ഥന് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മുഴുവൻ തുകയും ലഭിക്കുന്നു. അതേസമയം വാടകക്കാരൻ ഈ തുക ബാങ്കിലേക്ക് 12 തുല്യ ഗഡുക്കളായി മാസം തോറും അടച്ചു തീർത്താൽ മതിയാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഇതിനായി യാതൊരുവിധ പലിശയും ഈടാക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ദുബായിയുടെ സാമ്പത്തിക രംഗത്ത് വൻപിച്ച മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വർഷം ജൂൺ 23-ന് DLD അവതരിപ്പിച്ച ഫ്ലെക്സി റെന്റ് പദ്ധതിയുടെ അടുത്ത ഘട്ടമാണ് ഈ പുതിയ മാറ്റം. ദയാർ വാസിൽ പോലെയുള്ള മുൻനിര റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരുമായി സഹകരിച്ച് വാടക 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നൽകാൻ ഫ്ലെക്സി റെന്റ് വഴി സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ ബാങ്കിംഗ് മേഖലയെ കൂടി ഇതിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് പലിശരഹിത വായ്പയുടെ രൂപത്തിൽ വാടക ക്രമീകരിക്കുന്നത് സാധാരണക്കാരായ വാടകക്കാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. കൂടാതെ UAE-യിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി പോർട്ടലായ പ്രോപ്പർട്ടി ഫൈൻഡറും പ്രമുഖ ഫിൻടെക് കമ്പനിയായ കീപ്പറും സഹകരിച്ച് വാടക ഡിജിറ്റലായി ഡയറക്റ്റ് ഡെബിറ്റ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ വിപണിയിൽ ഇതിനകം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ചെക്ക് എഴുതി നൽകുന്നതിലെ പിഴവുകൾ, ചെക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ യുഗം വഴി സാധിക്കുന്നു. ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ ദുബായിലെ പ്രവാസ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നാമതായി ലിക്വിഡിറ്റി അഥവാ കയ്യിലുള്ള പണത്തിന്റെ ലഭ്യത വർദ്ധിക്കും എന്നതാണ്. പുതുതായി ദുബായിൽ ജോലി തേടിയെത്തുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിന് വീടെടുക്കുമ്പോൾ മുൻകൂറായി നൽകേണ്ടി വരുന്ന ഭീമമായ തുക ഇനി ആലോചിച്ച് തലപൊക്കേണ്ടി വരില്ല. തങ്ങളുടെ പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൃത്യമായി മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള വീടുകളിലേക്ക് മാറാൻ സാധിക്കും. രണ്ടാമതായി ചെക്ക് ബൗൺസ് ഭീതിയിൽ നിന്നുള്ള മോചനം. മുൻകാലങ്ങളിൽ ചെക്കുകൾ മടങ്ങുന്നത് വലിയ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് വരെ വഴിമാറിയിരുന്നു. ബാങ്ക് മുഖേനയുള്ള ഓട്ടോമേറ്റഡ് ഗഡുക്കളാകുന്നതോടെ ബാങ്കിംഗ് സംവിധാനം കൂടുതൽ സുതാര്യവും ഭാരരഹിതവുമാകും. മൂന്നാമതായി റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ചയാണ്. വീട്ടുടമസ്ഥർക്ക് മുൻകൂറായി പൂർണ്ണത്തുക ലഭിക്കുന്നതിനാൽ വീടുകൾ ഒഴിച്ചിടാതെ പെട്ടെന്ന് വാടകയ്ക്ക് നൽകാൻ അവർക്ക് സാധിക്കും. ഇത് വിപണിയിലെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. പദ്ധതി ആകർഷകമാണെങ്കിലും ഇതിന്റെ അന്തിമ നിയമാവലികളും അർഹതാ മാനദണ്ഡങ്ങളും ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ വാടകക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ബാങ്ക് ഫിനാൻസിംഗ് ആയതുകൊണ്ട് തന്നെ അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ, ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട്, മാസശമ്പളം, വിസ കാലാവധി തുടങ്ങിയവ ബാങ്കുകൾ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി വിപണിയിലെ മറ്റ്
ടെക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ പ്രോസസിംഗ് ഫീസായോ സർവീസ് ചാർജായോ 4% മുതൽ 5% വരെ തുക ഈടാക്കാറുണ്ട്. DLD അവതരിപ്പിക്കുന്ന പലിശരഹിത ബാങ്കിംഗ് മോഡലിൽ ഇത്തരം ഫീഡർ ചാർജുകൾ ഉണ്ടാകുമോ അതോ തികച്ചും സൗജന്യ സേവനമായിരിക്കുമോ എന്നത് ഔദ്യോഗിക പ്രാബല്യത്തിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും ഭീമമായ ഒരു തുക ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് പോകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ പ്രോസസിംഗ് ഫീസിൽ മാസ തവണകളാക്കി നൽകുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ആശ്വാസകരമായിരിക്കും. ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ വാസയോഗ്യ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ദുബായ് ഇക്കണോമിക് അജണ്ട D33യുടെയും ദുബായ് റിയൽ എസ്റ്റേറ്റ് സ്ട്രാറ്റജി 2033ന്റെയും ഭാഗമാണ് ഈ പരിഷ്കാരങ്ങൾ. പ്രവാസികളെ താൽക്കാലിക താമസക്കാരായല്ല, മറിച്ച് നഗരത്തിന്റെ നീണ്ടകാല വളർച്ചയിലെ പങ്കാളികളായാണ് ദുബായ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ചെലവുകൾ ലളിതമാക്കുന്ന ഇത്തരം പദ്ധതികൾ കൂടുതൽ പ്രവാസികളെ കുടുംബസമേതം ദുബായിലേക്ക് ആകർഷിക്കും. ചുരുക്കത്തിൽ റെന്റ് നൗ പേ ലേറ്റർ എന്നത് കേവലം ഒരു ബാങ്കിംഗ് പദ്ധതിയല്ല, മറിച്ച് ആയിരക്കണക്കിന് സാധാരണ പ്രവാസി കുടുംബങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു സാമൂഹിക സാമ്പത്തിക സുരക്ഷാ കവചമാണ്. വരും ദിവസങ്ങളിൽ ബാങ്കുകളും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പദ്ധതിയുടെ അന്തിമ രേഖ സമർപ്പിക്കുന്നതോടെ പ്രവാസി മലയാളികളുടെ ദുബായിലെ വീട്ടുവാടക ആശങ്കകൾക്ക് എന്നേക്കുമായി വിരാമമാകും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ മാനവരാശിയുടെ ദൈനംദിന ജീവിതത്തെയും ബിസിനസ് ഇടപാടുകളെയും എളുപ്പമാക്കിയെങ്കിലും അതിന്റെ മറുപുറത്ത് വലിയ ഭീഷണിയായി വളരുകയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ. ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ രീതി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. തട്ടിപ്പുകാർ ഇപ്പോൾ കേവലം പണം തട്ടുക മാത്രമല്ല ചെയ്യുന്നത്, പകരം വിശ്വസനീയമായ സർക്കാർ സംവിധാനങ്ങളുടെയും പ്രമുഖ സ്ഥാപനങ്ങളുടെയും പേരുകൾ ദുരുപയോഗം ചെയ്താണ് ജനങ്ങളെ കെണിയിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി അബുദാബി കസ്റ്റംസിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. അബുദാബി കസ്റ്റംസിന്റെ ഔദ്യോഗിക പ്രതിനിധികളെന്ന വ്യാജേന ഇമെയിലുകളും വാട്സാപ്പ് SMS സന്ദേശങ്ങളും അയച്ച് ആളുകളെ പറ്റിക്കുന്ന സംഘങ്ങൾ സജീവമായിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ അടയ്ക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ ചരക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നോ അല്ലാത്ത പക്ഷം വൻ തുക പിഴ നൽകേണ്ടി വരുമെന്നോ ബോധ്യപ്പെടുത്തുന്ന ഔദ്യോഗിക ഭാഷയിലുള്ള സന്ദേശങ്ങളാണ് തട്ടിപ്പുകാർ അയക്കുന്നത്. സന്ദേശത്തോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് ഡേറ്റകളും ചോർത്തപ്പെടുകയും മിനിറ്റുകൾക്കകം അക്കൗണ്ടിലെ പണം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരം വ്യാജ സന്ദേശങ്ങളോട് യാതൊരു കാരണവശാലും പ്രതികരിക്കരുതെന്നും സംശയങ്ങളുള്ള പക്ഷം ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് ബന്ധപ്പെടണമെന്നും അബുദാബി കസ്റ്റംസ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കസ്റ്റംസ് തട്ടിപ്പുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിലൂടെ പടരുന്ന വ്യാജ പരസ്യങ്ങളും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വളരെ കുറഞ്ഞ മാസത്തവണകളിൽ ഏറ്റവും പുതിയ ഐഫോണുകളും പ്രീമിയം സ്മാർട്ട് ഫോണുകളും സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള ആകർഷകമായ പരസ്യങ്ങൾ UAE-യിൽ വ്യാപകമാണ്. ഇത്തരത്തിൽ ആരെയും കൊതിപ്പിക്കുന്ന ഓഫറുകൾ മുന്നോട്ട് വെച്ച് ഉപയോക്താക്കളെ ആകർഷിക്കുകയും പിന്നീട് ഫോൺ ബുക്ക് ചെയ്യാനെന്ന പേരിൽ ബാങ്കിംഗ് വിവരങ്ങളും ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് വിശദാംശങ്ങളും വൺ ടൈം പാസ്വേഡും തട്ടിയെടുക്കുകയുമാണ് തട്ടിപ്പുകാരുടെ പ്രധാന തന്ത്രം. ഈ വിഷയത്തിൽ UAE ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ പരസ്യം കാണുമ്പോൾ ആ സ്ഥാപനം അംഗീകൃതമാണോ എന്ന് ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്. മൊബൈൽ ഫോണുകളോ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ വാങ്ങുമ്പോൾ ഔദ്യോഗിക സ്റ്റോറുകളെയും ലൈസൻസ് ഉള്ള വിൽപ്പനക്കാരെയും മാത്രം ആശ്രയിക്കുക. അല്ലാത്തപക്ഷം ആൾമാറാട്ടം നടത്തി നിർമ്മിച്ചിരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇന്നത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ പഴയതുപോലെ വെറുമൊരു ടെക്സ്റ്റ് മെസ്സേജോ ഫിഷിംഗ് ലിങ്കിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ കടന്നുവരവോടെ തട്ടിപ്പിന്റെ സ്വഭാവം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ, വോയിസ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യ വഴി തയ്യാറാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ, തത്സമയ വീഡിയോ കോളുകൾ എന്നിവ ഉപയോഗിച്ച് ആളുകളെ പൂർണ്ണമായും വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളുടെയോ ശബ്ദത്തിലും രൂപത്തിലും വരെ വ്യാജ സന്ദേശങ്ങൾ സൃഷ്ടിക്കാൻ തട്ടിപ്പുകാർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിന് അടിവരയിടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതോ കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാകണമില്ലെന്നും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അതത് രാജ്യങ്ങളിലെ പോലീസും സുരക്ഷാ ഏജൻസികളും വ്യക്തമാക്കുന്നു. ബഹ്റൈനിൽ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ആളുകളെ നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ഒരു സർക്കാർ സ്ഥാപനവും ജീവനക്കാരെ നേരിട്ടയച്ചോ അല്ലാതെയോ പണം പിരിക്കാറില്ലെന്ന് ബഹ്റൈൻ പോലീസ് മീഡിയ സെന്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവിധ ഔദ്യോഗിക പേയ്മെന്റുകളും അംഗീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഡെസിഗ്നേറ്റഡ് ഗവൺമെന്റ് ഓഫീസുകളിലൂടെയോ മാത്രമേ നടപ്പിലാക്കാവൂ. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയവും സമാനമായ തരത്തിൽ കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ
ഔദ്യോഗിക പോർട്ടലുകളോട് തന്മയത്വത്തോടെ സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് ബിസിനസ്സുകാരുടെയും വ്യക്തികളുടെയും ഡേറ്റ ചോർത്താൻ സൈബർ ക്രിമിനലുകൾ ശ്രമിക്കുന്നുണ്ട്. സെർച്ച് എഞ്ചിനുകളിൽ തെളിഞ്ഞു വരുന്ന ആദ്യ ലിങ്കുകളിൽ പോലും ഇത്തരം തട്ടിപ്പ് സൈറ്റുകൾ ഉണ്ടാകാം. അതിനാൽ മന്ത്രാലയങ്ങളുടെയോ ബാങ്കുകളുടെയോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വെബ് വിലാസം കൃത്യമായി പരിശോധിക്കുകയും www.moci.gov.qa അല്ലെങ്കിൽ investor.sw.gov.qa തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വ്യാജ അക്കൗണ്ടുകളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും സുരക്ഷാ ഏജൻസികൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദുബായ് പോലീസ് നടത്തിയ ശക്തമായ നിരീക്ഷണങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ രണ്ടാം പാദത്തിൽ മാത്രം 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് അടച്ചുപൂട്ടിയത്. അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്രൈം ഡേറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും തടയാനുമുള്ള സംവിധാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികൾക്ക് കീഴിലുണ്ട്. എങ്കിലും കുറ്റവാളികളുടെ പുതിയ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോക്താക്കളുടെ ജാഗ്രത തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ ഏതാനും മുൻകരുതലുകൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. അപരിചിതമായ സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ബാങ്കിംഗ് വിവരങ്ങൾ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറുകൾ, പിൻ നമ്പറുകൾ, പ്രത്യേകിച്ച് OTP എന്നിവ ആരോടും പങ്കുവെക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. കസ്റ്റംസ്, പോലീസ് അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നവകാശപ്പെട്ട് സന്ദേശങ്ങൾ ലഭിച്ചാൽ അവരുടെ ഔദ്യോഗിക ആപ്പുകൾ വഴിയോ കസ്റ്റമർ കെയർ നമ്പറുകൾ വഴിയോ മാത്രം വിവരങ്ങൾ സ്ഥിരീകരിക്കുക. അടിയന്തരമായി പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഓഫറുകൾ നൽകുകയോ ചെയ്യുന്ന സന്ദേശങ്ങൾ കണ്ടാൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാവുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ അതത് രാജ്യങ്ങളിലെ സുരക്ഷാ ആപ്പുകൾ വഴിയോ സൈബർ പോലീസ് ഹോട്ട്ലൈൻ നമ്പറുകളിലൂടെയോ ഉടൻ തന്നെ വിവരം അറിയിക്കുക. ബഹ്റൈനിൽ മൈഗവ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ 992 എന്ന ഹോട്ട്ലൈൻ വഴിയോ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്യാം. UAE ദുബായ് പോലീസിന്റെ ക്രൈം പോർട്ടലോ അല്ലെങ്കിൽ അബുദാബി പോലീസിന്റെ അമാൻ സേവനമോ ഇതിനായി ഉപയോഗപ്പെടുത്താം. സാങ്കേതികവിദ്യ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഡിജിറ്റൽ ലോകത്ത് പെരുമാറുക എന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം. ഓർക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് വർഷങ്ങളുടെ അധ്വാന ഫലമാണ് ഒറ്റ നിമിഷത്തിൽ ഇല്ലാതെയാകുന്നത്. ഇനി നോക്കാം മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ആഗോള സാമ്പത്തിക രംഗത്ത് തങ്ങളുടേതായ പരമാധികാരവും സാങ്കേതിക സ്വയം പര്യാപ്തതയും ഉറപ്പുവരുത്താനുള്ള UAEയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമങ്ങൾ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. UAEയുടെ സ്വന്തം ദേശീയ പേയ്മെന്റ് കാർഡ് സംവിധാനമായ ജയ്വാൻ ഇനി അന്താരാഷ്ട്ര തലത്തിലും ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെന്റ് ശൃംഖലകളിലൊന്നായ യൂണിയൻ പേ ഇന്റർനാഷണലുമായി കൈകോർത്താണ് ജയ്വാൻ തങ്ങളുടെ ആഗോള സാന്നിധ്യം വിപുലീകരിക്കുന്നത്. വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ പാശ്ചാത്യ പേയ്മെന്റ് ഭീമന്മാർ കുത്തകയാക്കി വെച്ചിരുന്ന അന്താരാഷ്ട്ര പണമിടപാട് രംഗത്തേക്ക് UAEയുടെ ഈ പ്രാദേശിക കാർഡ് കടന്നു വരുന്നത് കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, മറിച്ച് രാജ്യാന്തര സാമ്പത്തിക സഹകരണത്തിന്റെയും ഡിജിറ്റൽ പരമാധികാരത്തിന്റെയും വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്. UAEയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾക്കും മറ്റ് നിവാസികൾക്കും തങ്ങളുടെ ദിനം പ്രതിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും വിദേശ യാത്രകൾക്കും സാമ്പത്തിക ലാഭവും കൂടുതൽ സൗകര്യവും അനുഭവിക്കാൻ ഈ പങ്കാളിത്തം വഴിയൊരുക്കും. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ജീവനക്കാരെ തേടി വലിയൊരു ആശ്വാസ വാർത്തയെത്തുന്നു. വരുന്ന വർഷം 30 ദിവസത്തെ വാർഷിക അവധിക്ക് പുറമെ 13 ദിവസത്തോളം ശമ്പളത്തോടു കൂടിയ പൊതു അവധികളാണ് UAEയിലെ പൊതു സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാരെയും കാത്തിരിക്കുന്നത്. പുതുവർഷം, ഈദ് അൽ ഫിത്തർ, അറഫ ദിനവും ഈദ് അൽ അദ്ഹയും, ഹിജറി പുതുവർഷം, പ്രവാചക ജന്മദിനം, ദേശീയ ദിനാഘോഷം തുടങ്ങി രാജ്യത്തെ പ്രധാന ഔദ്യോഗിക ആഘോഷങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പൊതുവധികൾ പലതും ശനി, ഞായർ വാരാന്ത്യങ്ങളോട് ചേർന്ന് വരുന്നതിനാൽ പ്രവാസികൾക്ക് 3 മുതൽ 6 ദിവസം വരെ നീളുന്ന ദീർഘകാല അവധികൾ ലഭിക്കും. മുൻകൂട്ടി കുറഞ്ഞ നിരക്കിൽ യാത്രാ ടിക്കറ്റുകൾ പ്ലാൻ ചെയ്യാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഇതേറെ സഹായകരമാകും. UAE ഫെഡറൽ തൊഴിൽ നിയമപ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ജീവനക്കാർക്ക് പകരം അവധിയോ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം കുറഞ്ഞത് 50% അധിക വേതനമോ നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. വാർഷിക അവധിക്കാലത്ത് വരുന്ന പൊതു അവധികൾ കമ്പനികളുടെ ആഭ്യന്തര നയങ്ങൾക്ക് വിധേയമായി ക്രമീകരിക്കാനും അവസരമുണ്ട്. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും മികച്ച കുതിപ്പുമായി ഖത്തർ സമ്പദ് വ്യവസ്ഥ. ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട വാർഷിക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 2.9% വളർച്ച രേഖപ്പെടുത്തി. എണ്ണയിതര മേഖലകൾ കൈവരിച്ച 4.8% ശക്തമായ വളർച്ചയാണ് ഈ നേട്ടത്തിന് പ്രധാന കരുത്തായത്.
രാജ്യത്തെ പണപ്പെരുപ്പം വെറും 0.5% നിലനിർത്താനായതും റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഓർഡർലി സ്ഥിരതയും സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കി. ടൂറിസം മേഖലയിലും വൻ മുന്നേറ്റമാണ് ദൃശ്യമായത്. കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയ സന്ദർശകരുടെ എണ്ണം 51 ലക്ഷം കടന്നു. സ്വകാര്യ വ്യവസായ മേഖലയുടെ പുരോഗതി വ്യക്തമാക്കുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 51.2 എന്ന ശക്തമായ നിരക്കിൽ തുടരുന്നു. ഹൈഡ്രോ കാർബൺ ഇതര വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കാനുള്ള ഖത്തർ നാഷണൽ വിഷൻ 2030 പദ്ധതികൾ കൃത്യമായ ദിശയിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. വരും വർഷങ്ങളിൽ നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഉൽപാദന ശേഷി വർദ്ധിക്കുകയും രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് സർപ്ലസും ആഗോള ക്രെഡിറ്റ് റേറ്റിംഗും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാനിൽ പ്രകടനക്ഷമത കുറവാണെന്ന് ആരോപിച്ച് ജീവനക്കാരെ തന്നിഷ്ടപ്രകാരം പിരിച്ചുവിടാനാകില്ലെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. പ്രകടനത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അതെന്താണെന്ന് കൃത്യമായി രേഖാമൂലം വ്യക്തമാക്കുകയും കഴിവുകൾ മെച്ചപ്പെടുത്താൻ ജീവനക്കാർക്ക് കുറഞ്ഞത് 6 മാസത്തെ സാവകാശം നൽകുകയും വേണമെന്ന് തൊഴിലാളി സംഘടന വ്യക്തമാക്കി. ഈ സാവകാശത്തിന് ശേഷവും പ്രകടനത്തിൽ മാറ്റമില്ലെങ്കിൽ മാത്രമേ കരാർ റദ്ദാക്കുന്നതിലേക്ക് കടക്കാവൂ. ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുമ്പ് 3 മാസം മുൻപെങ്കിലും തൊഴിലുടമ തൊഴിൽ മന്ത്രാലയത്തെ വിവരം അറിയിക്കുകയും വേണം. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പിരിച്ചുവിടൽ നടപടിയെങ്കിൽ നോട്ടീസ് ലഭിച്ച് 30 ദിവസത്തിനകം ജീവനക്കാർക്ക് തൊഴിൽ അധികൃതർക്ക് പരാതി നൽകാം. ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി ജീവനക്കാരുള്ള ഒമാനിൽ ഈ നിയമപരമായ വിവരങ്ങൾ ഏറെ ആശ്വാസകരമാണ്. മുൻകൂട്ടി കൃത്യമായ കാരണങ്ങളില്ലാതെയും മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയും ജീവനക്കാരെ അപകീർത്തിപ്പെടുത്തി ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്യായമായ പിരിച്ചുവിടലായി പരിഗണിക്കപ്പെടും. ഇത്തരം കേസുകളിൽ ജീവനക്കാർക്ക് അനുകൂലമായ വിധിയുണ്ടായാൽ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കാനോ കുറഞ്ഞത് 3 മാസം മുതൽ 12 മാസം വരെയുള്ള ശമ്പളം നഷ്ടപരിഹാരമായി നൽകാനോ കോടതികൾ തൊഴിലുടമയോട് നിർദ്ദേശിക്കാറുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വൻ സാമ്പത്തിക ഇളവുമായി അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ്. UAE സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്കായി സൗജന്യ പ്രവേശന വിസ പദ്ധതി പ്രഖ്യാപിച്ചു. അബുദാബി ടൂറിസം വകുപ്പിന്റെ അംഗീകൃത പങ്കാളികളായ 11 ട്രാവൽ ഏജൻസികൾ വഴി അബുദാബി യാത്രാ പാക്കേജ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഹോളിഡേ ട്രൈബ്, തോമസ് കുക്ക് ആൻഡ് SOTC, ട്രില്ലോഫിലിയ, അക്ബർ ഹോളിഡേയ്സ്, യൂട്ടാസോ.com, കേസരി ടൂർസ്, റിയ ട്രാവൽസ്, റോയൽ ടൂർസ്, പിക്ക് യുവർ ട്രെയിൻ, മേക്ക് മൈ ട്രിപ്പ്, ആര്യൻ ലെഷർ എന്നീ പ്രമുഖ ഏജൻസികളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. സാധാരണയായി വിസിറ്റ് വിസയ്ക്കായി ഈടാക്കിയിരുന്ന 285 ദിർഹം പൂർണ്ണമായും ഒഴിവാക്കി നൽകുന്നതാണ് ഈ പദ്ധതി. ഈ ഏജൻസികൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ DCT അബുദാബി തന്നെ വിസ തുക നേരിട്ട് ഏജൻസികൾക്ക് നൽകുകയോ റീഇംബേഴ്സ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 20,000 സഞ്ചാരികൾക്കാണ് ആനുകൂല്യം ലഭ്യമാകുക. ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനകളിൽ ഒന്ന് യാത്രക്കാർ കുറഞ്ഞത് 3 തുടർച്ചയായ രാത്രികൾ അബുദാബിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങണമെന്നുള്ളതും ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രാ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഈ നിബന്ധനകളോടെ നൽകുന്ന സൗജന്യ വിസയ്ക്കായി ഒക്ടോബർ 31 വരെ അപേക്ഷിക്കാം. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.